നമസ്കാരം കൂട്ടുകാരെ, BCR ഗാർഡൻസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണം. കാരണം ചുമ്മാതൊരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയല്ല. ഇതിനകത്ത് കൃഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് പറയുന്നതുണ്ട്. കൂടാതെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കൃഷി ചെയ്യുന്ന കർഷകർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷി ചെയ്യാതെ ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് കർഷകർ മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 2010-15 വർഷങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായ പ്രസന്ന രാമേന്ദ്രനും അപ്പം മാഡത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാഡം, ഇവിടെ ഈ കർഷകൻ്റെ വീടിനോടടുത്ത് തന്നെയാണോ മാഡത്തിൻ്റെ സ്ഥലം? ഇത് എൻ്റെ വാർഡായിരുന്നു. മാഡത്തിൻ്റെ വാർഡായിരുന്നു. മാഡം ഭരണസമിതിയിൽ ഇരിക്കുന്ന സമയത്ത് മാഡത്തിൻ്റെ വാർഡായിരുന്നു. ആ, അപ്പോൾ പുള്ളി എങ്ങനെ പരിചയം? പുള്ളിയെ പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്രായം തൊട്ട്, അതായത് അച്ഛന്മാർ തമ്മിലേ നല്ല അടുപ്പമുള്ളവരായിരുന്നു. പിന്നെ ഈ വാർഡിൽ വന്ന് പിന്നെ അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണ്. അദ്ദേഹം വന്ന് വസ്തു വാങ്ങി ഇവിടെ കൃഷി നടത്തി. ഒരു സമ്പൂർണ്ണ കർഷകൻ എന്ന് വേണേൽ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാൻ പറ്റും. അദ്ദേഹം ചെയ്തിരിക്കുന്ന കൃഷികളെന്ന് പറയുന്ന മീൻ വളർത്തലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അതുപോലെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് 300 മൂട് ഒരു പ്ലോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് എല്ലാം കായ്ഫലമായതാണ്. അപ്പോൾ നല്ലൊരു കർഷകൻ തന്നെയാണ്. എല്ലാ കർഷകർക്കും ഒരു മാതൃകയാകത്തക്ക ഒരു കർഷകൻ നമ്മുടെ നെടുമ്പന ഗ്രാമപഞ്ചായത്തിലുണ്ടെങ്കിൽ അത് ശ്രീ ഷാഹുലാണ്. ഇന്നിപ്പോ മാഡം ഇവിടെ വന്ന് എപ്പോഴും പരിചയം പുതുക്കാൻ വരുമോ, അതോ ഞാൻ വരും? ഇന്ന് ചുമ്മാ വന്നതാണോ? അധികാരിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഷൈൻ ഡോക്ടർ കൃഷിദീപത്തിനകത്ത് അദ്ദേഹത്തിന് ഈ കർഷകനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഫീച്ചറാണ് കൊടുത്തിരുന്നത്. അപ്പം അത് ഏതൊരാൾക്കും ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഷാവുൽ. ഇതാണ് പ്രവാസിയായ ഷാവുൽ ഹമീദ് സാർ. ഇത് റംബുട്ടാൻ ചെയ്ത ഫീൽഡാണ്. റംബുട്ടാൻ എത്ര മൂടുണ്ട് ഇവിടെ? 30 മൂടോളം ഉണ്ട്. ബാലൻസ് വേറെ ഫീൽഡ് ഉണ്ടോ? അവിടെ എത്ര ഉണ്ട്? അപ്പൊ ഇതെങ്ങനെയാ വിൽപ്പന? എങ്ങനെയാ ഒന്നിച്ച് കൊടുക്കുവാണോ? അങ്ങനെയല്ല, നമ്മളെ വിപണി കൊണ്ടുപോകും, ആവശ്യക്കാർ വരും. ഒന്നിച്ച് കൊടുക്കാറില്ലേ? ഒന്നിച്ച് കൊടുക്കാറുണ്ട്. എങ്ങനെ വവ്വാലിന്റെ ശല്യം ഉണ്ടോ? മൊത്തത്തിൽ ഫ്രൂട്ട് ആകുമ്പോ വലയിടും. മൊത്തത്തിൽ കവർ ചെയ്യും, ഫുള്ളും കവർ ചെയ്യും. ഇതുണ്ട്, ഇതുപോലെ റംബുട്ടാൻ ഫ്രൂട്ട് പഴുക്കുമ്പോഴത്തേക്ക് ചെയ്താൽ മതി. ഫുള്ള് കവറിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വവ്വാലിൻ്റെ ശല്യം കൂടുതലായിട്ട് വരും. അപ്പോൾ കായയുടെ എണ്ണം കുറയും. അതുകൊണ്ട് ഇവർ നെറ്റ് മൊത്തത്തിൽ എടുത്തിട്ട് കവർ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഒരു വർഷം കഴിഞ്ഞ ചെടികളാണ്. ഇതിലെല്ലാം നിറയെ കായ്കളാണ്. കറക്റ്റ് ഒരു വർഷമായപ്പോൾ തന്നെ കാ പിടിച്ചു തുടങ്ങി. ഇപ്പോൾ 1 വർഷവും 6 മാസമായി നല്ലതുപോലെ അവർക്ക് വിളവ് കിട്ടുന്നുണ്ട്. ഒന്നിച്ച് ഫ്രൂട്ട്സ് കടക്കാർ വരുന്നുണ്ട്. പിന്നെ അവർ വിപണിയിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. 2 കളർ റംബുട്ടാൻ ഇവിടെ കണ്ടു. അതിൽ മഞ്ഞയും ചുവപ്പുമാണ് നമ്മൾ കണ്ടത്. അതിൽ മഞ്ഞ, എനിക്ക് തോന്നുന്നു മഞ്ഞ ഇച്ചിരി സൈസ് വലുതും ചുവപ്പ് സൈസ് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറന്നു പോവല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.